തൃക്കാട്ടുശ്ശേരി ഗ്രാമിക വർഷം തോറും നൽകി വരുന്ന PK ദിവാകരൻ പോറ്റി സ്മാരക വിവർത്തന സാഹിത്യ പുരസ്കാരം ഈ വർഷത്തെ പുരസ്കാരം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു പത്രസമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ഈ ഗ്രാമിക കഴിഞ്ഞ 38 വർഷങ്ങളായിട്ട് സാംസ്കാരിക രംഗത്ത് വളരെ സജീവമായി വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ്. അതിൻ്റെ വ്യത്യസ്തമായ പല മേഖലകളിലുള്ള പ്രവർത്തനങ്ങളിൽ ഒന്നാണ് എല്ലാ വർഷവും വിവർത്തന സാഹിത്യത്തിന് ഇത്തരത്തിലൊരു പുരസ്കാരം നൽകുന്നു എന്നുള്ളത്. PK ദിവാകരൻ പോറ്റി മാഷുടെ സ്മരണയ്ക്ക് വേണ്ടിയാണ് ഈ പുരസ്കാരം നൽകുന്നത്. ദിവാകരൻ പോറ്റി മാഷ് മലയാളത്തിലെ ഏറ്റവും സീനിയറായ, ഏറ്റവും മുതിർന്ന പ്രമുഖനായ ഒരു വിവർത്തന സാഹിത്യകാരനായിരുന്നു. ഹിന്ദിയിൽ നിന്നും ധാരാളം, പ്രത്യേകിച്ചും പ്രേംചന്ദിൻ്റെ മുഴുവൻ കൃതികളും മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഓർമ്മ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം ഈ പുരസ്കാരം ഗ്രാമിക ഏർപ്പെടുത്തിയിട്ടുള്ളത്. 21ാം ചരമവാർഷികമാണ് ഈ വർഷം ആചരിക്കപ്പെടുന്നത്. അതോടനുബന്ധിച്ച് ഗ്രാമികയിൽ നടക്കുന്ന അടുത്ത മാസം 26-ാം തീയതി നടക്കുന്ന അനുസ്മരണ സമ്മേളനത്തിൽ വെച്ചാണ് പുരസ്കാരം നൽകുന്നത്. ഈ പുരസ്കാരം 20,000 രൂപയും പ്രശസ്തി പത്രവും സ്മൃതി ഫലവും അടങ്ങുന്നതാണ്. കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ തന്നെ ഈ വർഷവും പുരസ്കാരം നിർണയിച്ചത് സച്ചിദാനന്ദ മാഷ് ചെയർമാനും ഗോപീകൃഷ്ണനും അംഗമായിട്ടുള്ള സമിതി തന്നെയാണ്. അതോടൊപ്പം ഈ പുരസ്കാര സമിതിയിലുള്ളത് വടക്കേടത്ത് പത്മനാഭനും, ഗ്രാമികയുടെ വൈസ് പ്രസിഡന്റ് മോഹൻദാസാണ് മറ്റൊരാൾ. ഞാൻ ഗ്രാമികയുടെ പ്രസിഡന്റാണ്, കിട്ടുന്നതാണ് പേര്. ഈ വർഷത്തെ പുരസ്കാര സമർപ്പണത്തിൻ്റെ പുരസ്കാര പ്രഖ്യാപനത്തിന് സച്ചിദാനന്ദ മാഷെ ക്ഷണിക്കുകയാണ്. മാഷെ മലയാളത്തിലെ വിവർത്തനത്തിന് നിങ്ങൾക്കറിയാവുന്നതുപോലെ വളരെ കുറച്ച് പുരസ്കാരങ്ങളേ ഉള്ളൂ. കേരള സാഹിത്യ അക്കാദമി എല്ലാ വർഷവും ഒരു വിവർത്തന പുരസ്കാരം നൽകുന്നുണ്ട്. എങ്കിലും മറ്റ് സ്വകാര്യ പുരസ്കാരങ്ങൾ എന്ന് പറയാമെങ്കിൽ അത്തരത്തിലുള്ള പുരസ്കാരങ്ങൾ വളരെ കുറവാണ് വിവർത്തനത്തിന്. അതുകൊണ്ടാണ് ഗ്രാമികയുടെ ഈ പുരസ്കാരം പ്രത്യേകം പ്രധാനമാകുന്നത്. അതുകൊണ്ട് മാത്രമല്ല, ഒരുപക്ഷെ കാരണം എഴുത്തുമായിട്ടും വായനയുമായിട്ട് ബന്ധപ്പെട്ട നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അനേകം വിവർത്തനങ്ങളിലൂടെയാണ് നാം ഇന്ത്യൻ സാഹിത്യവും ലോക സാഹിത്യവുമായി പരിചയപ്പെട്ടിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ ആദ്യം ഓർക്കുക നാലപ്പാട് നാരായണമേനോന്റെ പാവങ്ങളുടെ, വിക്ടർ ഹ്യൂഗോവിന്റെ പാവങ്ങളുടെ വിവർത്തനമൊക്കെ ആയിരിക്കും. അതിനുശേഷം എത്രയോ ആളുകൾ, ഇടപ്പള്ളിക്കാരനെ പോലുള്ള ആളുകൾ, അതുപോലെ ഇന്ത്യൻ ഭാഷകളിൽ നിന്ന് പരിഭാഷ ചെയ്ത MN സത്യാർത്ഥിയെ പോലുള്ള ആളുകൾ, അവിടെ നിന്നിട്ട് ദിവാകരൻ പോറ്റി വരെയുള്ള അനേകം ആളുകൾ വിവർത്തനം കൊണ്ട് സമ്പന്നമാക്കിയ ഒരു സാഹിത്യമാണ് നമ്മുടേത്. അത് ഇന്ത്യയിലെ മറ്റധികം ഭാഷകൾക്ക് ഈ തരത്തിലൊരു വിവർത്തന സഞ്ചയം അവകാശപ്പെടാൻ കഴിയില്ല എന്ന് ആ ഭാഷകളുമായി ഏകദേശ പരിചയമുള്ള ഒരാളെന്ന നിലയ്ക്ക് എനിക്ക് നിശ്ചയമായിട്ടും പറയാൻ കഴിയും. ഒരുപക്ഷെ വിവർത്തനത്തിൽ ഏറ്റവും സമ്പന്നമായൊരു ഭാഷ മലയാള ഭാഷ തന്നെയാണ്. അതുകൊണ്ടുകൂടിയാണ് ഈ പുരസ്കാരം വളരെ പ്രധാനമാകുന്നത്. ദിവാകരൻ പോറ്റി ആരാണ് എന്ന് നിങ്ങൾക്കറിയാമെന്ന് ഞാൻ കരുതുന്നു. ജൻസെറ്റിലെ ആളുകൾ അധികമില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് പ്രധാനമായിട്ടും അദ്ദേഹം നമുക്കറിയാവുന്നതുപോലെ ഹിന്ദിയിൽ നിന്നുള്ള വിവർത്തനങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് വിശേഷിച്ചും പ്രേംചന്ദിന്റെ കൃതികളെ മലയാളികളെ പരിചയപ്പെടുത്തിയത് ദിവാകരൻ പോറ്റി തന്നെയാണ് എന്ന് പറയാവുന്ന രീതിയിൽ. ഇപ്പൊ ഗോദാനം എന്ന പേരിൽ അദ്ദേഹം പരിഭാഷ ചെയ്തിട്ടുണ്ട്, രംഗഭൂമി പരിഭാഷ ചെയ്തിട്ടുണ്ട്, കർമ്മഭൂമി പരിഭാഷ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള നിർമ്മല എന്നുള്ള നോവൽ പരിഭാഷ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അനേകം അദ്ദേഹം, കാരണം ഹിന്ദി പ്രചാരകനും ഹിന്ദി പണ്ഡിതനും ആയിരുന്നു. ഒപ്പം തന്നെ ആദ്യകാലത്ത് കോൺഗ്രസ് ആയിട്ട് ആരംഭിക്കുകയും പിന്നീട് കമ്മ്യൂണിസ്റ്റ് ആവുകയും ചെയ്ത ആ തലമുറയിൽ മിക്ക വലിയ ആളുകളെയും പോലെ ഒരാളായിരുന്നു ദിവാകരൻ പോറ്റി. അങ്ങനെ അതോടൊപ്പം തന്നെ തന്റെ സാഹിത്യ സേവനം മലയാളത്തിന്
ലഭ്യമാക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്ന ഒരാൾ കൂടി ആയിരുന്നു. അതുകൊണ്ടാണ് ഈ പുരസ്കാരം വളരെ പ്രധാനമാകുന്നത്. കിട്ടുന്നയാൾ ആരുടെ പേരിലാണോ ഒരു പുരസ്കാരം നൽകപ്പെടുന്നത്, ഇത് രണ്ടുമാണ് വാസ്തവത്തിൽ പുരസ്കാരത്തെ വളരെ പ്രധാനമാക്കുന്നത്. ആ രീതിയിൽ രണ്ട് രീതിയിലും പ്രധാനമായ ഒരു പുരസ്കാരമാണ് അത്. ഇത്തവണ അത് നൽകപ്പെടുന്നത് തുമ്പൂർ ലോഹിതാക്ഷന് ആണ്. തുമ്പൂർ ലോഹിതാക്ഷനെ പറ്റി ഒരുപക്ഷെ നിങ്ങൾ കേട്ടിരിക്കാം. വളരെ വലിയ എഴുത്തുകാരൻ, ഡോസ്റ്റോയവ്സ്കിയും ടോൾസ്റ്റോയും ഒക്കെയുള്ള ഒരുപാട് എഴുത്തുകാരുടെ വളരെ പ്രധാനങ്ങളായ കൃതികൾ പരിഭാഷ ചെയ്ത ഒരാളാണ് തുമ്പൂർ. അതിൽ തന്നെ അതിൻ്റെ ഒരു ചെറിയ പട്ടിക നൽകിയിട്ടുണ്ട്. ഡോസ്റ്റോയവ്സ്കിയുടെ പൂവർ ഫോക്സ് എന്നുള്ളത് FOLKS ആണ് കേട്ടോ, ഒന്നുമില്ലാത്തവർ എന്ന പേരിൽ അദ്ദേഹം തർജ്ജമ ചെയ്തിട്ടുണ്ട്. അതുപോലെ നിക്കോളായ് ലെസ്കോവിന്റെ ലേഡി മാക്ബത്ത് ഓഫ് മെസൻസ് ഡിസ്ട്രിക്ട്, മെസൻസ് ജില്ലയിലെ ലേഡി മാക്ബത്ത് എന്നുള്ള പേരിൽ അതിന്റെ തർജ്ജമ വന്നിട്ടുണ്ട്. യൂഗോയുടെ മറ്റൊരു പുസ്തകം നാലപ്പാട് തർജ്ജമ ചെയ്തായിരുന്ന ദി ലാസ്റ്റ് ഡേ ഓഫ് എ കണ്ടംപ്ഡ് മാൻ, വിധിക്കപ്പെട്ടവന്റെ അന്ത്യദിനം എന്ന പുസ്തകവും അദ്ദേഹം പരിഭാഷ ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരുപാട് ആളുകളുടെ, ഇറ്റലിയിലെ ലൂയി പിരാന്തലോവിന്റെ, അതുപോലെ ഹെർമൻ മെൽവിലിന്റെ, ഓവിഡിക്കൊക്കെ എഴുതിയ മെൽവിലിന്റെ, ആർതർ നെസ്ലറുടെ, സ്റ്റെയിൻബെക്കിന്റെ, ജർമ്മനിയിലെ തോമസ് മാന്റെ, അങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് ലോക സാഹിത്യകാരന്മാരുടെ കൃതികൾ പരിഭാഷ ചെയ്ത ഒരാളാണ് തുമ്പൂർ ലോഹിതാക്ഷൻ. ആ ഓർമ്മയിലാണ് NK ദാമോദരനെ, ഡബ്ല്യു ഒക്കെ ഉൾപ്പെടെയുള്ള അനേകം ആളുകളെ ഓർമ്മിച്ചുകൊണ്ട് ഈ സമ്മാനം തുമ്പൂർ ലോഹിതാക്ഷന് നൽകപ്പെടുന്നത്. നമ്മുടെ വിവർത്തകരുടെ പരമ്പരയിൽ പുതിയതായി കടന്നു വരുന്നവരും കുറേയധികം ആ മേഖലയിൽ പ്രവർത്തിച്ചവരുമായ ആളുകൾക്കാണ് ഈ സമ്മാനം പൊതുവെ നൽകപ്പെടുന്നത്. അതുകൊണ്ട് ഇത്തവണ ഞങ്ങളുടെ സമിതി, ഞാൻ അതിൻ്റെ ചെയർമാനായി നിയോഗിക്കപ്പെട്ട ഒരാളാണ്. ഗോപിയുണ്ട്, PN ഗോപികൃഷ്ണനുണ്ട്, വടക്കടത്ത് പത്മനാഭനുണ്ട്, കിട്ടൻ സ്വാഭാവികമായിട്ടുമുണ്ട്. എല്ലാവരും ചേർന്നിട്ട് ഒരു ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കുകയും അതിൽ നിന്ന് ഈ തുമ്പൂർ ലോഹിതാക്ഷന്റെ പേര്, അദ്ദേഹത്തിന്റെ സംഭാവനകൾ മാത്രം കണക്കിലെടുത്ത് തിരഞ്ഞെടുക്കുകയുമാണ് ചെയ്തത്. അതോടൊപ്പം തന്നെ അദ്ദേഹം പരിഭാഷകൾ മാത്രമല്ല, പുനരാഖ്യാനങ്ങൾ ഒരുപാടുണ്ട് കുട്ടികൾക്കും മറ്റും വേണ്ടി. കാരണം നമ്മളെല്ലാവരും, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും നിങ്ങളുടെയൊക്കെ കുട്ടിക്കാലം, നമ്മൾ ആദ്യം ചാൾസ് ഡിക്കൻസിനെയോ അല്ലെങ്കിൽ അത്തരത്തിലെ എഴുത്തുകാരെ വായിക്കുന്നത് അവരുടെ പരിഭാഷകളിലൂടെയല്ല, അവരുടെ രണ്ടാമത് പറയുക, ഒരു പുനരാഖ്യാനം എന്ന് പറയാം, പലപ്പോഴും അബ്രിഡ്ജ്, സംക്ഷിപ്ത പുനരാഖ്യാനങ്ങളിലൂടെയാണ് നമ്മളെല്ലാവരും ലൈബ്രറിയിൽ നിന്നൊക്കെ ആദ്യം വായിച്ചിട്ടുള്ളത്. ഒലിവർ ട്വിസ്റ്റ് ആയാലും മറ്റ് ലോകകൃതികളായാലും ചെറിയ ചെറിയ കൃതികൾ, മോപ്പസാക്കിൻ്റെയും ബെൽസാക്കിൻ്റെയും ഒക്കെ പല കൃതികളും ചെറിയ ചെറിയ സംഗ്രഹങ്ങളിലൂടെ വായിച്ച് പിന്നെ കുറച്ച് വലുതാകുമ്പോൾ നമ്മളത് അതിൻ്റെ പൂർണ്ണ പരിഭാഷ വായിക്കുന്നു. ചിലപ്പോൾ ഇംഗ്ലീഷ് ഒക്കെ പഠിക്കാനിടയാണെങ്കിൽ ഇംഗ്ലീഷിൽ എങ്ങനെയുണ്ടെന്ന് അറിയണമെന്ന് വിചാരിച്ച് ഇംഗ്ലീഷ് വായിക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് നമ്മളെല്ലാവരും തന്നെ ഒരർത്ഥത്തിൽ വളർന്നിട്ടുള്ളത്. അപ്പോൾ തുമ്പൂർ ലോഹിതാക്ഷൻ ആ രീതിയിൽ ഈ പുനരാഖ്യാനങ്ങൾക്കും വലിയ തോതിലുള്ള സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അടുത്ത കാലത്ത് പ്രണയകഥകളുടെ ഒരു സമാഹാരമുണ്ട്. ഏറ്റവും അവസാനം ഇറങ്ങിയ സമാഹാരങ്ങളിലൊന്ന് വിശ്വോത്തര പ്രണയ കഥകൾ എന്ന് പറഞ്ഞ അത്തരത്തിലുള്ള കഥകളുടെ ഒരു സമാഹാരവും അദ്ദേഹം ചെയ്തു. പല ആളുകളുടെ കഥകൾ ചേർന്നിട്ട് അങ്ങനെ ഒരു നമ്മുടെ വിവർത്തക പന്തിയിൽ, വിവർത്തകരുടെ നിരയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിഭാഷ എന്ന നിലയിലാണ് ലോഹിതാക്ഷൻ പ്രധാനിയാകുന്നത്. അതുകൊണ്ട് വളരെ സന്തോഷത്തോടെയാണ്, ഏകകണ്ഠമായി തന്നെയാണ് ഞങ്ങൾ ഈ തുമ്പൂർ ലോഹിതാക്ഷന്റെ പേര് പല പേരുകളിൽ നിന്ന് തിരഞ്ഞെടുത്തത്. ഈ പുരസ്കാരം തുടരുമെന്നതുകൊണ്ട് കൂടി തുടങ്ങുന്നുണ്ട്. ഇത് വളരെ പ്രധാനമാണ്, തിരഞ്ഞെടുത്ത പുസ്തകങ്ങൾ എന്നത്. കാരണം പല വായനശാലകളും വെറുതെ എണ്ണം തികയ്ക്കാൻ വേണ്ടി ധാരാളം പുസ്തകങ്ങൾ വയ്ക്കാറുണ്ട്. അങ്ങനെയല്ലാതെ ലോക ക്ലാസിക്കുകൾ, ഇന്ത്യൻ ക്ലാസിക്കുകളുടെ ഒക്കെ പരിഭാഷകൾ, അതോടൊപ്പം മലയാളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട കൃതികൾ, ഇതൊക്കെ ഉൾക്കൊള്ളുന്ന ഒരു ഗ്രന്ഥശാലയെ കുറിച്ച് ആ ഗ്രന്ഥശാലയും ദിവാകരൻ പോറ്റിമാഷയുടെ സ്മരണയ്ക്ക് വേണ്ടി തന്നെ ഉള്ളതാണ്. ആ തരത്തിലുള്ള എല്ലാത്തരം സ്മാരകങ്ങളും അർഹിക്കുന്ന ഒരു മഹാവിവർത്തകനും പണ്ഡിതനുമായിരുന്നു
പോറ്റി മാഷ് ഞങ്ങൾക്കൊക്കെ കുട്ടിക്കാലത്ത് കണ്ട് പരിചയമുള്ള ഒരാളാണ്. കുട്ടിക്കാലത്തല്ല, കുറച്ചൊക്കെ മുതിർന്നിട്ട് തന്നെയും അദ്ദേഹത്തെ കണ്ട് പരിചയമുണ്ട്. സ്വാഭാവികമായും അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളൊക്കെ വായിച്ചാണ് നമ്മളിൽ പലരും വളർന്നിട്ടുള്ളതും വിചാര ലോകത്തിലേക്ക് പ്രവേശിച്ചിട്ടുള്ളതും വികാരത്തിന്റെ പുതിയ ലോകങ്ങൾ കണ്ടെത്തിയിട്ടുള്ളതുമെല്ലാം. ആ തരത്തിൽ വളരെ പ്രധാനമാണ് ഈ പുരസ്കാരം. അത് തുമ്പൂർ ലവലാഷിന് കൊടുക്കുന്നതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ ആഹ്ലാദമാണ് ഉള്ളത്. അതിൽ ചടങ്ങിനെ കുറിച്ച് കിട്ടൻ പറഞ്ഞു കഴിഞ്ഞു. അല്ലെങ്കിൽ ഇനി ഗോപി ചില കാര്യങ്ങൾ കൂട്ടിച്ചേർന്നു. പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. മാഷ് പറഞ്ഞൊരു കാര്യത്തിൽ ഊന്നൽ കൊടുത്തുകൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ വളരെ പെട്ടെന്ന് പറയാം. ഒന്നാമത്തത് ഈ പുരസ്കാരത്തിന്റെ പ്രത്യേകതയാണ്. വിവർത്തനത്തിന് മലയാളത്തിൽ വളരെ കുറച്ച് പുരസ്കാരങ്ങളേ ഉള്ളൂ. മാഷ് പറഞ്ഞ പോലെ സാഹിത്യ അക്കാദമിയുടെ പുരസ്കാരം പ്രധാനപ്പെട്ടതാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടായിരുന്നത് കാളിയത്ത് ദാമോദരൻ മാഷിന്റെ പേരിലുള്ള പുരസ്കാരമായിരുന്നു. അത് ഇപ്പം എനിക്ക് തുടരുന്നുണ്ടെന്ന് തോന്നുന്നില്ല. എൻ്റെ അറിവ് വെച്ചിട്ട് അത് ഇടയിൽ വെച്ച് നിന്നു പോവാണ് ഉണ്ടായത്. അപ്പോ തുടർച്ചയായിട്ട് വിവർത്തനത്തിന് പുരസ്കാരം കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഈ പറയുന്ന E.K. ദിവാകരൻ പോറ്റി പുരസ്കാരമാണ്. മാഷ് പറഞ്ഞ പോലെ തന്നെ ഒരു ഭാഷയുടെ ചിന്താശേഷിയെയും അതിൻ്റെ ഒരു ഭാവനാ പാരമ്പര്യത്തെയൊക്കെ വികസിപ്പിക്കുന്നതിൽ വിവർത്തന കൃതികൾ വഹിച്ചിട്ടുള്ള പങ്ക് വലുതാണ്. ഈ കൊടുക്കൽ വാങ്ങലിൽ കൂടെ മാത്രമേ ഏത് ഭാഷയും വലുതായിട്ടുള്ളൂ, ഏത് സാഹിത്യവും വലുതായിട്ടുള്ളൂ. അത് നമ്മുടെ മാത്രം കഥയല്ല, ലോകത്തെ എല്ലാ ഭാഷകളുടെയും മനുഷ്യകുലത്തിന്റെ തന്നെ കഥയാണത്. വിവർത്തനം എന്ന് പറയുന്ന ആ പ്രക്രിയക്ക് വളരെ വളരെ പ്രാധാന്യം ഉണ്ട്. പക്ഷേ നമ്മൾ ഒരു സാംസ്കാരികമായിട്ട് ആ വിവർത്തകരെ ആദരിക്കുന്നത് അല്ലെങ്കിൽ ആ തരത്തിൽ അതിനെ രേഖപ്പെടുത്തുന്നത് കുറവാണ്. നമുക്കറിയാം നമ്മുടെ ഭാഷയിൽ പാവങ്ങൾ ചെയ്തിട്ടുള്ള വലിയ സംഭാവന, ഭാഷ വളർത്തുന്നതിലും ആ ശൈലി വളർത്തുന്നതിലും മാനവികത എന്ന് പറയുന്ന ഒരു ആശയത്തെ വളർത്തുന്നതിലൊക്കെ ആകൃതി വഹിച്ചിട്ടുള്ള സംഭാവനയൊക്കെ നമുക്കറിയാം. ദിവാകരൻ പോറ്റി മാഷ് എന്നെ ഇവിടെ പറയുന്നുണ്ട്, പ്രേംചന്ദിനെ പോലെ വലിയൊരു എഴുത്തുകാരനെ മലയാളത്തിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ രാഹുൽ സദ്ഗുരുദേവനെ പോലെയുള്ള ഒരു ചിന്തകനെ, വോൾഗ മുതൽ ഗംഗ വരെ എന്ന് പറഞ്ഞ പുസ്തകം, ഗംഗ മുതൽ വോൾഗ വരെ എന്ന് പറഞ്ഞ പുസ്തകം വളരെ ഗംഭീരമായ പുസ്തകം. നമ്മളൊക്കെ ഈ പറഞ്ഞ പോലെ മലയാളത്തിൽ വായിക്കാൻ നമുക്ക് ഭാഗ്യം ഉണ്ടായത് ഇത്തരത്തിലുള്ള ഇടപെടൽ കൊണ്ടാണ്. അതുകൊണ്ട് ഈ അവാർഡിന് ഒരു പ്രാമുഖ്യം ഉണ്ട്. അതുകൊണ്ട് അത് നന്നായി തന്നെ നിങ്ങളെല്ലാവരും കയറിയിരുന്ന് അഭ്യർത്ഥിക്കാൻ മാത്രമേ എനിക്ക് ചെയ്യാനുള്ളൂ. ഇത് വലിയ വിവർത്തകർക്ക് കിട്ടിയിട്ടുള്ള അവാർഡാണ്. തുടർച്ചയായി കൊടുത്തുകൊണ്ടിരിക്കുന്ന അവാർഡാണ്. ഇടയ്ക്ക് 1-2 വർഷം മാത്രമേ കോവിഡ് കാലത്ത് മാത്രമേ ഇത് നിലച്ചിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഈ വാർത്തയുടെ പ്രാധാന്യം മനസ്സിലാക്കി അർഹിക്കുന്ന പ്രാധാന്യത്തോടെ അത് എല്ലാ മാധ്യമങ്ങളും വരുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 26-ാം തീയതി പരിപാടി 3 മണിക്ക് ആയിരിക്കും. 26-ാം തീയതിയിലെ ഡീറ്റെയിൽസ് ആയിട്ടില്ല, ആരൊക്കെയാണോ അതുകൂടാതെ പിന്നീട് അറിയിക്കും. എല്ലാ വർഷവും നമ്മളൊരു സ്മാരക പ്രഭാഷണം ഏതെങ്കിലും ഒരു സമകാലിക വിഷയത്തെ കുറിച്ച് കൂടി ചെയ്യാറുണ്ട്. എല്ലാ വർഷവും ഉണ്ട്. പിന്നെ പുരസ്കാര സമർപ്പണവും അതാണ് അനുസ്മരണവും. ഇതിന്റെ ഡീറ്റെയിൽസ് ആയിട്ടില്ല. സത്യാനന്ദ മാഷോട് ഒരു ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ചോദിക്കാം, പക്ഷെ പൊളിറ്റിക്സ് ചോദിച്ചു. സാഹിത്യ അക്കാദമി ഒരു കാതലില്ലാത്ത കളിയായിട്ട് നിൽക്കണം. ശമ്പളം കിട്ടിയിട്ടില്ല, പുതിയ ആളുകൾ വന്നിട്ടില്ല. കഴിഞ്ഞ സർക്കാരിന്റെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് മാഷിന്റെ അഭിപ്രായങ്ങൾ പറയണ്ടായി. ഇപ്പോ ഈ നടപ്പ് ദിവസങ്ങളിൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് 7 മാസത്തെ ശമ്പളം ഞങ്ങളുടെ ഫണ്ടിൽ നിന്നാണ് കൊടുത്തത്. അക്കാദമിയുടെ ഈ അവാർഡ് കിട്ടുന്ന ഫണ്ടിൽ നിന്നും പിന്നെ ഞങ്ങളുടെ ഒരു ഡെവലപ്മെന്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് പുസ്തകങ്ങൾ വിറ്റ് കിട്ടുന്ന പൈസ അതിൽ നിന്ന് കൊടുക്കേണ്ടി വന്നു. അപ്പം ഒരു ക്ഷാമം അക്കാലത്തുണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ കാണുന്നത് ആളുകളുടെ ക്ഷാമം കൂടിയാണെന്ന് ഞാൻ അല്പം ഫലിതമായിട്ടാണ് അതിന് കൂട്ടിച്ചേർത്ത് കൊള്ളട്ടെ. കാരണം അതിന്റെ പ്രസിഡന്റോ സെക്രട്ടറി ഒന്നും ആയിട്ടില്ല. കേരളം അത്ര ദരിദ്രമായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ എഴുത്തുകാരൊക്കെ നമുക്ക് ധാരാളമുണ്ട്. അത്തരം പ്രശ്നങ്ങളുണ്ട്. സാമ്പത്തിക പ്രശ്നത്തെ പറ്റി പറയാൻ ഞാൻ അതിൻ്റെ ഒരു ആളല്ല. ആ പ്രശ്നം തുടരുന്നുണ്ട്, അതെനിക്കറിയാം, അത് തുടരുന്നുണ്ട്. അപ്പോൾ അത് കൂടുതലായിട്ട് ഇതൊരു പൊതുപ്രശ്നമായിട്ടാണ് ഞാൻ കാണുന്നത്. ഈ അക്കാദമികൾക്ക് കൂടുതൽ ഗ്രാൻഡ് അനുവദിക്കേണ്ടതാണ് വാസ്തവത്തിൽ.
അത് പലപ്പോഴും അത് വേണ്ടത്ര കിട്ടാതെ പോകുന്നത്. എല്ലാ സാഹിത്യ അക്കാദമി മാത്രമല്ല, അക്കാദമികൾക്ക് ഗ്രാൻഡ് കൂട്ടേണ്ടതുണ്ട്. അത് കാരണം അത് പലപ്പോഴും ഈ പറഞ്ഞ പോലെ വലിയ ഫെസ്റ്റിവൽസ് നടത്തുന്നുണ്ട്, അതിനുള്ള പിന്തുണ. നമ്മുടെ പ്രൈവറ്റ് മേഖലയിൽ ഒരുപാട് ഫെസ്റ്റിവൽസ് ഉണ്ട്, പബ്ലിഷേഴ്സ് നടത്തുന്നത്. പക്ഷെ പൊതുമേഖലയിൽ ഫെസ്റ്റിവൽസ് നമുക്ക് നാടകത്തിനുണ്ട്, സിനിമയ്ക്കുണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ സംഗീതത്തിനോ സാഹിത്യത്തിനോ ഇപ്പോഴും നമുക്കൊരു അന്തർദേശീയ ഉത്സവം വന്നിട്ടില്ല. അങ്ങനെയുള്ള ഉത്സവങ്ങൾ കൂടി ഏത് ഗവൺമെൻറ് ആയാലും പരിഗണിക്കണം. കാരണം സംസ്കാരം വളരെ പ്രധാനമാണ്, അത് പൊതുസ്വത്താണ്. അതിനെ പ്രോത്സാഹിപ്പിക്കാനുള്ള കാര്യങ്ങൾ എല്ലാ സർക്കാരുകളും നിശ്ചയമായിട്ട് ചെയ്യേണ്ടതാണ്. അത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലോ ആഗ്രഹിക്കുന്ന തോതിലോ പലപ്പോഴും ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമ്മളെ വളരെ സങ്കടപ്പെടുത്തുന്നുണ്ട്, ഉത്കണ്ഠയുണ്ടാക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ പറഞ്ഞ വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾ, ഒരു വലിയ മാർക്സിസ്റ്റിനെ ഉദ്ധരിച്ചാണ് ഞാൻ പറഞ്ഞത്. റാൻസി എന്ന് പറയുന്ന ഫ്രഞ്ച് മാർക്സിസ്റ്റ് പറയുന്ന ഒരു കാര്യമുണ്ട്, ഈ തുടർ ഭരണം സമഗ്രാധിപത്യത്തിലേക്ക് നയിക്കാനുള്ള ഈ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട രീതിയിലും വളച്ചൊടിക്കപ്പെട്ട രീതിയിലും ഒക്കെ ഉണ്ടായ ഒരു പ്രശ്നമാണ്. അത് ഇന്നും ഞാൻ പറയുന്നതാണ്. ഇത് കോൺഗ്രസ് ഗവൺമെന്റ് തുടർന്നാലും ഇത് തന്നെ ഞാൻ പറയും. മാറാറായി ഒരു തുടർച്ചയായി കാരണം പ്രതിപക്ഷത്ത് ഇരിക്കാൻ മറന്നുപോകും, സമരം ചെയ്യാൻ മറന്നുപോകും. ഇതൊക്കെ എല്ലാ പാർട്ടികളും അതൊക്കെ പഠിക്കുകയും സജീവമായിരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ യോഗത്തെ ഒരു രാഷ്ട്രീയ യോഗമാക്കി മാറ്റാനുള്ള ഉദ്ദേശമില്ല, പക്ഷെ എനിക്കറിയാവുന്നവരുടെ ആഴത്തിൽ പറഞ്ഞു.